ഇനി ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം. ഈ തെരഞ്ഞെടുപ്പ് എൻ.ഡി.എ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരിക്കുന്നത്. ആ പ്രതീക്ഷയുടെ അവസാന നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഒരു ശുഭാപ്തി വിശ്വാസിയായി ഞാൻ ഇപ്പോഴും ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചേലക്കരയുടെ മാറ്റം ചേലക്കരക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അത് ദേശീയ തലത്തിൽ ബി.ജെ.പിക്ക് അനുകൂലമായി വരുമ്പോൾ അത് കേരളത്തിലും ആവർത്തിക്കണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് 28 വർഷമായിട്ടും ഒരു മാറ്റമുണ്ടാവാത്ത ചേലക്കര ഇത്തവണ അത് ബി.ജെ.പിക്ക് അനുകൂലമായിട്ട് മാറണമെന്ന് ചേലക്കരക്കാർ വിശ്വസിക്കുന്നു. അത് നമ്മൾ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ കാലയളവിൽ നടത്തിയ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ കാര്യമാണ്. ആ ആത്മവിശ്വാസത്തോടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇല്ല പോയിട്ടില്ല. ഇന്നത്തെ ദിവസം ഞാൻ പാർട്ടി പ്രവർത്തകരോടൊപ്പം പാർട്ടി ഓഫീസിലുണ്ടാവും. അതെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിലും ഇനി മറിച്ചാണ് ഫലമെങ്കിലും ഇവിടുത്തെ ചേലക്കരക്കാരുടെ ഒപ്പം തന്നെ ഇനിയുള്ള തുടർന്നുള്ള കാലഘട്ടം അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഇവിടുത്തെ സാധാരണക്കാരുടെ കൂടെ എല്ലാറ്റിനും ഞാൻ ഒപ്പം ഉണ്ടാവും.